അറിഞ്ഞത്. എനിക്കറിയാൻ പാടില്ല അതിൽ കൂടുതലുണ്ടോ താഴോട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ശരിക്കും അറിഞ്ഞത് അങ്ങനെയാണ്. എന്തായാലും ഇത് എത്ര ഓടി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ലോകം അറിയും. ഇത് ഇന്ത്യയിലെ നമ്പർ 1 പടമാകും. അത്ര സൂപ്പർ പടമാണ്. ആ ഇൻ്റർവ്യൂവിന് ശേഷമാണ് നമുക്ക് എൻ്റെ മോനെ കണ്ടാ നിങ്ങളൊന്ന് കയറി നോക്കാം, അപ്പം മനസ്സിലാവും. കത്തിന്ന പടമാണ്. ഞാനൊന്നും എനിക്ക് വിരിക്കാൻ അറിയാൻ പാടില്ല. ഞാനൊരു നാടൻ മനുഷ്യനാണ്. ഞാനൊരു മാരത്തോൺ ഓട്ടക്കാരൻ. 21 കിലോമീറ്റർ. എനിക്ക് വയസ്സ് മോഹൻലാൽ സാറിൻ്റെ പ്രായമാണ്. 64 വയസ്സായി. ഞാൻ മാരത്തോൺ 21 കിലോമീറ്റർ ഓടാൻ പോകുന്ന ഒരാളാണ്. അങ്ങനെ സിനിമയിലുണ്ട്. മോഹൻലാൽ സാറിന് കൊടുത്ത് 4 പടം ചെയ്തു. മമ്മൂട്ടി സാറിന് കൊടുത്ത് വെന്നീസിൽ വേവരി ചാർലി ചാപ്ലിയുടെ സ്റ്റൈലിൽ നമ്മൾ ആലപ്പുഴയിലാണ് ഷൂട്ട്. ഞാൻ പടത്തിൽ പോകാറില്ല. കാരണം പടത്തിൽ പോകാൻ ചാൻസുകൾ കുറവാണ്. കാരണം എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസം കുറവാണ്. പിന്നെ ഞാൻ നല്ല ഡെപ്പാങ്കുത്ത് ഡാൻസാണ്. എനിക്ക് സാറിന് എൻ്റെ ചങ്കാണ്. ലാൽ സാർ എൻ്റെ ചങ്കാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഡാൻസ് കളിക്കോ? നിങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം കളിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കണ്ടു പക്ഷേ ചേട്ടൻ പിന്നെന്താ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേരള സിനിമ മാറി വേൾഡ് ക്ലാസ്. സൂപ്പർ. ലാലേട്ടനൊക്കെ ഗംഭീരം, ഒരു രക്ഷയില്ല. മനസ്സ് നടന്നില്ല ലാലേട്ടൻ കുറെ കാലമായിട്ടുള്ള. വെരി ഗുഡ്. വളരെ നല്ല സിനിമ. നമ്മുടെ മലയാളികളുടെ ഒരു പേര് എല്ലാ രാജ്യത്തും നിറഞ്ഞേക്കുമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എല്ലാ രാജ്യങ്ങളും കൊച്ചി കേരളത്തെ എല്ലാവരും അറിയുമല്ലോ. അതനുസരിച്ച് സിനിമ കൊള്ളാം. നല്ല എല്ലാ അഭിനയങ്ങളും എല്ലാം കൊള്ളാം. നല്ല സെറ്റിംഗ് എല്ലാ വിധത്തിലും ഇഷ്ടപ്പെട്ടു. കൊള്ളാം. വളരെ നല്ല ഇതായിട്ട് നല്ല അഭിനയങ്ങളായിരുന്നു കേട്ടോ. വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓക്കെ, കൊള്ളാം. പൊളിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ റോൾ വരുമ്പോഴാണ് തകർക്കണായി. ആ ഫസ്റ്റ് ഹാഫ് കുറച്ച് നമുക്ക് തൃപ്തിയായില്ല. എന്നാലും അടിപൊളിയാണ്, സൂപ്പറാണ്. ലാലേട്ടൻ തകർത്ത്. ഖുറേഷി ഇബ്രാഹിമിനെക്കാട്ടും കൂടുതൽ രണ്ടാമത് തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് തകർത്തേക്കണത്. ഓവറോള് പടം സൂപ്പറാണ്. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ കത്തി നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഇനി അടുത്ത തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പൊളിച്ച് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ കത്തിക്കുന്നത്. അതെ സാഹചര്യം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ മലയാള സിനിമയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ മുഹൂർത്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് കപ്പലും ഫ്ലൈറ്റും ഒക്കെ കയറിയാണ് ഈ സിനിമ കാണാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ സിനിമ കാണാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ വാലിബലിന് പറയുന്നൊന്നുമല്ല, മറ്റേ ടിനു പാമ്പച്ചൻ പറഞ്ഞ പോലൊന്നുമല്ല. ശരിക്കും തിയേറ്ററിൽ കുലുങ്ങുന്ന ഇൻട്രോ തന്നെയാണ്. ലെവൽ ഇൻട്രോ ആണ്. മേക്കിംഗ് ഒക്കെ നമ്മൾ ഇന്നേ വരെ മലയാള സിനിമയിൽ കാണാത്ത മേക്കിംഗ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെയാണ്. അപ്പോൾ ഒരു മലയാളത്തിന്റെ ഒരു ചെറിയൊരു ഇന്റർനാഷണൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പൃഥ്വിരാജിനെ പാവോദ്ദേശത്തിലായിരിക്കും ചെറിയ മൂവി എന്നൊക്കെ പറഞ്ഞു. ഒരു ഓഡിയൻസ് ടിക്കറ്റ് എടുക്കുന്നത് വർത്താണ്. ടിക്കറ്റ് എടുക്കുന്നത് ഓക്കെ വർത്താണ് തോന്നുന്നത്. പക്ഷെ ലൂസിഫർ ഒരു സാധനം കിട്ടില്ല. അടിപൊളിയാണ്, സംഭവം നൈസാണ്. ഇനി 3 വെയിറ്റിംഗ്. മ്യൂസിക്കും ബീജിയും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക്കും ബീജിയും ഒക്കെ നൈസാണ്. ഓരോ ക്യാരക്ടർ ഇൻട്രോ കൊടുക്കുമ്പോൾ ആ ബീജിയം ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഉണ്ട് എല്ലാവരും? എസ്പെഷ്യലി ലാലേട്ടന്റെ ഇൻട്രോ ബീജിയം ഒക്കെ വേറെ ലെവലായിരുന്നു. നമുക്കൊരു റൊമാൻറ്റികേഷൻ വരുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി എന്താ പറയാ, നമ്മുടെ മഞ്ജുവാര്യരുടെ വരെ ഉണ്ട്. നമുക്ക് റൊമാൻറ്റികേഷൻ വരുന്ന സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെന്താ, നിങ്ങൾ ബാക്കി കണ്ടറിയാം. ഒരു മലയാളത്തിലെ ഇന്റർനാഷണൽ സ്റ്റെപ്പാണ്. പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ വലിയൊരു ഫാൻ ഗേളാണ് ഞാൻ. ബൗൺസറാണ്. കൂടുതലും ചില സാഹചര്യങ്ങളിൽ കാണാൻ പറ്റാറില്ല. പക്ഷേ മാക്സിമം ഇതിൻ്റെ എൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല. കാണുക. നമ്മൾ ഫാൻസ് എക്സ്പെക്ട് ചെയ്തതിലും അതിഗംഭീരമായിട്ടാണ് മേക്കിങ്ങും. രാജുവേട്ടൻ ഒരു രക്ഷയില്ല. ഡയറക്ഷൻ ഒന്നും പറയാനില്ല. പിന്നെ അടുത്തത് എന്തായിരിക്കും എന്നുള്ള ഇപ്പോഴേ ആലോചിച്ചിട്ട് ത്രില്ലിങ്ങിലാണ്. അങ്ങനെ പറയാൻ പറ്റില്ല മാഷേ, സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഷോട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആണെങ്കിൽ പോലും എല്ലാവർക്കും, ഒരു മൈന്യൂട്ടായിട്ടുള്ള ആളുകൾക്ക് പോലും
സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും. താങ്ക് യു. ഡ്രാഗന്റെ ഇത് കാണിച്ചിട്ട് സാധാരണ കുറെ ഹൈപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഡിസ്റ്റ് എക്സ്പെക്ട് ചെയ്ത ഡിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. സ്ക്രീൻ കാണുമ്പോൾ ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെ കിട്ടി. 100% ഹാപ്പിയാണ്. ഉറപ്പായിട്ടും. പക്ഷെ ഇതിൽ ഓരോന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പറയാണ്,